Module 1, Unit 1 The Theyyams of North Kerala, The Little Gods of Little Kingdom, written by Geeta E. Geeta E എന്നുള്ള ഒരു ടീച്ചറിൻ്റെ ഷീസ് വർക്കിംഗ് ആസ് എൻ അസോസിയേറ്റ് പ്രൊഫസർ അറ്റ് ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഇൻ ഉദുമ. അപ്പോൾ ആ ടീച്ചറിൻ്റെ ഒരു എസ്സേ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് എ വെരി ഇൻട്രസ്റ്റിംഗ് എസ്സേ. ഭയങ്കര നല്ല രീതിയിൽ റിസർച്ച് ചെയ്ത് നമ്മുടെ തെയ്യം, നോർത്ത് കേരളയിലുള്ള തെയ്യത്തിനെ കുറിച്ച് അവരെങ്ങനെയാണ് ദൈവങ്ങളായി മാറുന്നതെന്നൊന്നും, പിന്നെ അവരും നമ്മുടെ വേദിക് ഗോഡ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളതും ഒക്കെയാണ് നമ്മൾ ഈ എസ്സേക്കകത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എസ്സേ ആണ്. അപ്പോൾ ഓഫ് കോഴ്സ് നമ്മുടെ ഈ ടൈറ്റിൽ സൂചിപ്പിക്കുന്ന പോലെ ഇത് പറയുന്നത് നോർത്ത് കേരളയിലുള്ള തെയ്യം ഫോംസിനെ കുറിച്ചാണ് ഈ ഒരു എസ്സേ പറയുന്നത്. അപ്പം തെയ്യം എന്ന് പറയുന്നത് എന്താണ്? ഈ നമ്മൾ ഈ അമ്പലത്തിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന വിഗ്രഹങ്ങളെ പോലെ അല്ല തെയ്യങ്ങളെന്ന് പറയുന്നത്. അത് കുറച്ചും കൂടി നല്ല രീതിയിൽ ഡിഫറൻസ് ഉണ്ട് അതും ഇതും തമ്മിൽ. അപ്പോൾ ഈ അമ്പലങ്ങളിൽ വെച്ച് പൂജിക്കുന്നത് ഓഫ് കോഴ്സ് നമ്മൾ നേരത്തെയുള്ള മൊഡ്യൂളിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനിൽ നമ്മൾ പഠിച്ചായിരുന്നു. എന്താണ് ഈ അമ്പലങ്ങൾ, അതായത് ഈ ടെമ്പിളിൽ ഐഡൽ വർഷിപ്പ് ഒക്കെ കൊണ്ടുവന്നത് ആര്യൻസ് ആണ്, അല്ലെങ്കിൽ ഈ ആസ് എ റിസൾട്ട് ഓഫ് ബ്രാഹ്മണിക്കൽ ഇൻ്റർവെൻഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ വിഗ്രഹങ്ങളൊക്കെ അമ്പലത്തിൽ വെച്ച് പൂജിച്ച് തുടങ്ങി, അല്ലെങ്കിൽ പൂജിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ തുടങ്ങിയത് നമ്മൾ. അപ്പോൾ ഈ തെയ്യം എന്ന് പറയുന്നത് നോൺ ആര്യൻ കൈൻഡ് ഓഫ് ഡിവൈൻ ഫിഗേഴ്സ് ആണ്. നോൺ ആര്യൻ ആണ്. അത് അവർ ബ്രാഹ്മൺസോ അല്ലെങ്കിൽ ആര്യനൈസേഷൻ റിസൾട്ട് കൊണ്ടോ വന്നതല്ല. അപ്പം അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്തേൺ കേരളയിലാണ് ഇത് കൂടുതലും വേർഷിപ്പ് ചെയ്യുന്നത് തെയ്യങ്ങളെ. അപ്പോൾ ഈ തെയ്യവും ആര്യൻ വേർഷിപ്പ്, അതായത് നമ്മുടെ ടെമ്പിൾസിലകത്തുള്ള വിഗ്രഹങ്ങളെ നമ്മൾ വേർഷിപ്പ് ചെയ്യുന്നതും ഈ തെയ്യങ്ങളെ വേർഷിപ്പ് ചെയ്യുന്നതിലും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. തെയ്യംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈലി റിച്വലിസ്റ്റിക് ആണ്. അവർക്ക് ഒരുപാട് റിച്വൽസ് ഉണ്ട്. അതുപോലെ തന്നെ വളരെ ഒരു റീജിയണിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആളുകളാണ് തെയ്യം എന്ന് പറയുന്നത്. അതായത് ദേ ആർ റെസ്ട്രിക്റ്റഡ് ബൈ ദി ജോഗ്രഫി ഓഫ് എ റീജിയൻ. അതിനപ്പുറത്തോട്ട് അവർക്ക് കടക്കാൻ പറ്റുകയില്ല. അപ്പോൾ ഓൺ സച്ച് ഒക്കെ ഇപ്പം തെയ്യത്തിനെ നമ്മൾ ഇൻവോക്ക് ചെയ്യാൻ സാധിക്കും. നമ്മളൊരു സ്ഥലത്ത് അല്ലെങ്കിൽ ഈ കാവ് പ്രദേശങ്ങളിൽ അവരുടെ ഒരു പെർഫോമൻസ് തന്നെ കാണും, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഒക്കേഷൻസിൽ തെയ്യംസ് എന്ന് പറയുന്നത് ദൈവമായിട്ട് തന്നെ മാറുവാണ്. അത് ദൈവമായിട്ട് എങ്ങനെ മാറുന്നത്? നമ്മൾ കാന്താര സിനിമയിലൊക്കെ കണ്ടതുപോലെ തന്നെ ഒരാളുടെ ദേഹത്ത് ഈ ദൈവം വന്ന് ഇൻവോക്ഡ് ആവുക, അതായത് കയറുകയും എന്നിട്ട് അവർ പെർഫോം ചെയ്യുന്നു, ആ ഇൻഡിവിജ്വൽസ് പെർഫോം ചെയ്യുന്നു. ആ ഇൻഡിവിജ്വൽസിനെ പിന്നീട് നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന അതേ റെസ്പെക്റ്റ് പോലെ അങ്ങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ലോ കാസ്റ്റ്, ആ കാസ്റ്റ് ഹൈറാർക്കി എടുത്ത് നോക്കുമ്പോൾ വളരെ ലോ കാസ്റ്റിലുള്ള ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കും ചിലപ്പോൾ ഈ തെയ്യം എന്നുള്ള ഈ തെയ്യാട്ടം അല്ലെങ്കിൽ ഈ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ദൈവം വന്ന് ദേഹത്ത് കയറുന്നത് അല്ലെങ്കിൽ തെയ്യമായിട്ട് ഇത് പെർഫോം ചെയ്യുന്നതൊക്കെ ചിലപ്പോൾ ഒരു ലോ കാസ്റ്റ് പീപ്പിൾ, മിക്കവാറും ഉള്ളതെല്ലാം ലോ കാസ്റ്റ് ആളുകളായിരിക്കും. അപ്പോൾ തെയ്യംസ് എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ തെയ്യാട്ടം എന്ന് പറയുന്നത് എന്താണ്? തെയ്യാട്ടം എന്ന് വെച്ചാൽ ഇവരുടെ ആ ഒരു പെർഫോമൻസ് അതെന്ന് പറയുന്നത് എന്താണെന്നാണ് പറയുന്നത്, ഒരു ഹോൾ വില്ലേജിൻ്റെ അല്ലെങ്കിൽ വില്ലേജേഴ്സിൻ്റെ ഒരു കൈൻഡ് ഓഫ് ഫെസ്റ്റിവൽ ആയിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ പാർട്ടിലോട്ട് പോവാം. തെയ്യംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്തേൺ പാർട്ട് ഓഫ് കേരളയിൽ വർഷിപ്പ് ചെയ്യുന്നത് യുണീക്ക് ഫോം ഓഫ് ഡിവൈൻ ഫിഗർ ആണ്. സദേൺ പാർട്ട് ഓഫ് കർണാടകയിലും ഉണ്ട്. ഇപ്പോൾ വെളിച്ചപ്പെടൽ, അതായത് ഈ തെയ്യത്തിൻ്റെ സൂപ്പർ നാച്ചുറൽ പെർഫോമൻസിനെയാണ് നമ്മൾ വെളിച്ചപ്പെടൽ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ പല പേരിട്ട് വിളിക്കുന്നുണ്ട്. നോർത്തേൺ കേരളയിൽ അല്ലെങ്കിൽ നോർത്തേൺ സൈഡിൽ കോലം കളിയാട്ടം എന്നൊക്കെയുള്ള പേരിൽ അറിയപ്പെടുന്നു. ആൻഡ് ഓൾസോ അതായത് പഴയങ്ങാടി റിവറിൻ്റെ അവിടെ വരെ, ആ നോർത്തേൺ സൈഡ് വരെ ഈ തെയ്യത്തിൻ്റെ ഈ പെർഫോമൻസ് ഉണ്ടല്ലോ, ഈ സൂപ്പർ നാച്ചുറൽ പെർഫോമൻസിനെ അല്ലെങ്കിൽ വെളിച്ചപ്പെടലിനെ നമ്മൾ കോലം കളിയാട്ടം എന്നൊക്കെയുള്ള പേരുകളിലും, പഴയങ്ങാടി തൊട്ട് വളപട്ടണം റിവർ വരെ അവിടെ തെയ്യം എന്നാണ് അറിയപ്പെടുന്നത്. ആൻഡ് അവിടുന്ന് കോഴിക്കോട് തിറ എന്നുള്ള പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. സദേൺ കർണാടകയിൽ അല്ലെങ്കിൽ തുളുനാട്ടിൽ തെയ്യംസിനെ സാത്യോ അല്ലെങ്കിൽ ദെയ്യോ എന്നാണ് വിളിക്കുന്നത്. ആൻഡ് നമ്മുടെ ഒരു മലയാളം വർക്ക്, അതായത് തിരുനിഴൽ മാല എന്നുള്ള ഏർലി മലയാളം വർക്കിനകത്ത് 13th സെഞ്ച്വറിയിലെ ഒരു ദൈവക്കൂത്തിനെ കുറിച്ച്, അതായത് തെയ്യങ്ങളുടെ ഒരു പ്രിമിറ്റീവ് ഫോമാണ് ദൈവക്കൂത്ത്. അപ്പോൾ അതിനെക്കുറിച്ച് ഈ തിരുനിഴൽ മാലയ്ക്കകത്ത് റെഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കന്നഡ സ്റ്റോൺ ഇൻസ്ക്രിപ്ഷൻ ഓഫ് 1379 അത് കണ്ടേശ്വരൻ ടെമ്പിളിലെയാണ്. അതിനകത്തും തെയ്യത്തിൻ്റെ ഒരു റെഫറൻസ് അല്ലെങ്കിൽ തെയ്യത്തിനെ മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. ഇനി നമുക്ക് തെയ്യത്തിൻ്റെ ആ ഒരു കൾട്ട് എങ്ങനെയാണ് ഒറിജിനേറ്റ് ചെയ്തതെന്ന് നോക്കാം. മോസ്റ്റ് ഓഫ് ദി തെയ്യംസ് എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ്സ് ആണ്. അവർക്കൊരു ഡിവൈൻ സ്റ്റേറ്റസ് എങ്ങനെയോ അറ്റൈൻ ചെയ്യുന്നു. യൂഷ്വലി എങ്ങനെയാണ് ഈ ഡിവൈൻ സ്റ്റേറ്റസ് ഈ ഹ്യൂമൻ ബീയിങ്സിന് അറ്റൈൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എന്തെങ്കിലും ഒരു
ആളുകൾ, അതായത് ഈ ഭയങ്കര ഡോമിനേറ്റ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ഈ അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ആളുകൾക്കെതിരെ ഫൈറ്റ് ചെയ്തോ റിബൽസ് ആയിട്ടോ നിൽക്കുന്ന ആളുകളാണ്. റിബൽസ് ആയിട്ട് നിൽക്കുകയും ഇവരെ മറ്റവരെന്ത് ചെയ്യും, കൊല്ലുകയും ചെയ്യുമല്ലോ. അപ്പം അങ്ങനെ മരണപ്പെടുന്ന ആളുകളെയാണ് യൂഷ്വലി തെയ്യമായിട്ട് ഇവർ മാറുന്നത്. തെയ്യത്തിൻ്റെ ആ ഒരു ഫോമായിട്ട് ഡിവൈൻ ഫിഗറായിട്ട് മാറുന്ന അങ്ങനെ മരണമടയുന്ന ആളുകളാണ്. അതായത് ഇപ്പം എന്തെങ്കിലും ഒരു തെറ്റിനെതിരെ പോരാടി മരിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ കൊല്ലുന്ന ആളുകളെയാണ്, ഈ കൊല്ലപ്പെടുന്ന ആളുകളെയാണ് എന്തെന്ന് പറയുന്നത്, യൂഷ്വലി അവരാണ് തെയ്യമായിട്ട് മാറാറുള്ളത്. അപ്പോൾ ഈ ട്രാജിക് ഡെത്ത് ഓഫ് ഇങ്ങനെയുള്ള ആളുകളുടെ ഈ ഒരു ട്രാജിക് ഡെത്ത്, വളരെ ദാരുണമായ മരണം, അവർക്ക് ഒരു ഡിവൈൻ സ്റ്റേറ്റസ് ആഫ്റ്റർ ഹിസ് ഓർ ഹർ ഡെത്ത് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പം അവരെ പിന്നീട് വരുന്ന ജനറേഷൻസ്, അതായത് നമുക്ക് വേണ്ടി പോരാടി മരിച്ച ഒരാളാണ്, സോ അവരെ ദൈവത്തിന്റെ ഒരു സ്റ്റേറ്റസ് കൊടുത്ത് റെസ്പെക്ട് ചെയ്യണം എന്നുള്ളൊരു സ്റ്റേറ്റസ് ഈ മരിച്ചുപോയ ആൾക്ക് കിട്ടുകയാണ്. സം ടൈംസ് എന്താണ്, ഒരു പെർട്ടിക്കുലർ വിർച്യു ഉള്ള ആളുകൾ, ചിലപ്പോൾ വലിയ ഒരു ഇതൊന്നും ഇല്ലാത്ത ആളുകളെ പോലെയും എന്താണ് അവരെയൊക്കെ തെയ്യമായിട്ട് എലവേറ്റ് ചെയ്യപ്പെടാറുണ്ട്. ഓക്കെ. അപ്പോൾ പിന്നെ മറ്റൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ചില ഡിസീസസുമായിട്ടും ചില തെയ്യങ്ങളെ നമ്മൾ അസോസിയേറ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ദൈവങ്ങളെ അസോസിയേറ്റ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ സ്മോൾ പോക്സ്, വസൂരി, ആ വസൂരി കൊണ്ടുവരുന്ന ആ ദൈവങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ അസുഖത്തിനെ നമ്മൾ ദൈവവുമായിട്ട് കണക്ട് ചെയ്യാറുണ്ട്. തെയ്യം അങ്ങനെ വേർഷിപ്പ് ചെയ്യുന്നത്, വസൂരി അസുഖം മാറാൻ വേണ്ടി നമ്മൾ തെയ്യങ്ങളെ വേർഷിപ്പ് ചെയ്യുന്നതുണ്ട്. അങ്ങനെ അസുഖങ്ങൾ മാറാൻ വേണ്ടിയും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ദൈവങ്ങളെ, അതായത് ഇതുപോലെ തെയ്യം പോലെയുള്ള തെയ്യത്തിനെയൊക്കെ നമ്മൾ വേർഷിപ്പ് ചെയ്യാറുണ്ട്. ആൻഡ് ഈ തെയ്യം പെർഫോമൻസ് ഉണ്ടല്ലോ, തെയ്യാട്ടം, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ വെളിച്ചപ്പെടൽ, അങ്ങനെയുള്ള പെർഫോമൻസുകൾ നടക്കുന്ന സ്ഥലങ്ങളെയാണ് നമ്മൾ കാവ് അല്ലെങ്കിൽ മുണ്ടിയാസ് അല്ലെങ്കിൽ സ്ഥാനം, പള്ളിയറ അല്ലെങ്കിൽ തറവാട് എന്ന് വിളിക്കുന്നത്. ഇനി ഈ തെയ്യത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, അത് ഇങ്ങനെ ഓരോ ജനറേഷൻ വരുമ്പോഴും കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഈ കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ പുളിത്തിറ ഓഫ് കടമേരി മീത്തൽ എന്ന് പറഞ്ഞൊരു കൈൻഡ് ഓഫ് തെയ്യമുണ്ട്. വിഷകണ്ഠൻ എന്ന് പറഞ്ഞൊരു തെയ്യമുണ്ട്. കോലച്ചേരി, കണ്ണൂരിലുള്ളൊരു തെയ്യമാണ് വിഷകണ്ഠൻ. അപ്പോൾ ഓരോ റീജിയനിലും ഓരോ എന്തുണ്ട്, കോഴിക്കോട് പുലിത്തിറയുണ്ടെങ്കിൽ നമ്മുടെ വിഷകണ്ഠൻ എന്നാണ് കോലച്ചേരി, അതായത് കണ്ണൂരുള്ളൊരു തെയ്യത്തിനെ അറിയപ്പെടുന്നത് വിഷകണ്ഠൻ എന്നാണ്. അതിനൊക്കെ 200 വർഷത്തിലേറെ പഴക്കം ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി ഇവരുടെ നമ്മൾ തോറ്റം പാട്ടെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. തോറ്റം പാട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തെയ്യത്തിൻ്റെ ഒറിജിനെക്കുറിച്ചും തെയ്യത്തിൻ്റെ ആ ഒരു ജേണിയെക്കുറിച്ചും, അതായത് ഒരു ആ തെയ്യമായിട്ട് ആ തെയ്യത്തിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, ആ ഗോഡായിട്ടല്ലേ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആ ഗോഡ് എങ്ങനെ ഉണ്ടായെന്നും അവരുടെ ഒറിജിൻ എങ്ങനെയാണെന്നും അദ്ദേഹം ആസ് എ ഹ്യൂമൻ ബീയിങ് എങ്ങനെയായിരുന്നെന്നും അദ്ദേഹം എങ്ങനെ ഗോഡായി മാറിയെന്നുള്ളതും ഒക്കെ കഥ പോലെ പറയുന്ന പാട്ടുകളെയാണ് നമ്മൾ തോറ്റം പാട്ടെന്ന് പറയുന്നത്. അപ്പം തോറ്റം പാട്ട് വെച്ചിട്ട് നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 35 തെയ്യം അല്ലെങ്കിൽ എന്താണ് കുറ്റിപ്പറ ദേവതകളുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം എന്താണ്, ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 400-ൽ പരം തെയ്യങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ 400-ൽ പരം തെയ്യങ്ങളിൽ എന്താണ് ഒരുപാട് വേരിയൻസ് ഉണ്ട്. അതായത് കുറച്ച് തെയ്യംസ് മുസ്ലിംസ് ഉണ്ടായിരുന്നു, അവരുടെ ഹ്യൂമൻ എക്സിസ്റ്റൻസിൽ അവർ മുസ്ലിംസ് ആയിരുന്നു. ഫോർ എക്സാമ്പിൾ ബാപ്പുരാൻ തെയ്യം എന്നും പറഞ്ഞ് ഒരു തെയ്യമുണ്ട്. അവരുടെ ആ ഹ്യൂമൻ ഫോമിൽ എന്ന് പറയുന്നത് എന്താണ്, അതായത് അവർ ഹ്യൂമൻ ഫോമിലായിരുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ അതായത് മനുഷ്യനായിട്ടിരുന്ന ഒരാളാണ് പിന്നെ തെയ്യമായി മാറുന്നതെന്നൊക്കെയുള്ള ആ ഒരു കൈൻഡ് ഓഫ് അവരുടെ ആ ഒരു പ്രീ എക്സിസ്റ്റൻസ് ഉണ്ടല്ലോ, അതൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിവോട്ടീസിനൊരു പ്രശ്നമേ അല്ല. അവർ കഴിഞ്ഞ ജന്മത്തിൽ അല്ലെങ്കിൽ മനുഷ്യ ജന്മത്തിൽ അവരെന്തായിരുന്നു എന്നുള്ളതൊന്നും ഡിവോട്ടീസ് മൈൻഡ് ചെയ്യാറേ ഇല്ല. അപ്പം അവരുടെ അവരുടെ ആ ഒരു ജേണിയാണ് തോറ്റം പാട്ടുകളായിട്ട് ഈ തെയ്യാട്ടം പെർഫോമൻസിൻ്റെ ഇടയ്ക്ക് പാടുന്നത്. അപ്പോൾ ഈ തോറ്റം പാട്ടുകൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടിയുള്ളൊരു സ്തുതിപ്പാട്ട് പോലെയാണ്. അതായത് അവരുടെ ഒറിജിൻ എങ്ങനെയായിരുന്നു, അവരുടെ ഡിവൈൻ ആക്റ്റുകൾ, അതായത് അവർ ദൈവികമായി ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവരെന്തുകൊണ്ടാണ് ദ റീസൺ ടു കം ഡൗൺ ടു എർത്ത്, അവരെന്തിനാണ് ഭൂമിയിലേക്ക് വന്നതെന്നും അവരെവിടെയാണ് താമസിക്കുന്നതെന്നും റിസൈഡ് ചെയ്യുന്നതെന്നും അവരെ വേർഷിപ്പ് ചെയ്താലുള്ള ഔട്ട്കം അല്ലെങ്കിൽ റിസൾട്ട് എന്താണെന്നുള്ളത് ഇവർ ഇതിനകത്ത് പറയും. ആ ഔട്ട്കത്തിനെ അല്ലെങ്കിൽ ആ ഔട്ട്കം ഓഫ് വേർഷിപ്പിനെയാണ് ഫലശ്രുതി എന്ന് അവർ പറയുന്നത്, ഫലശ്രുതി. അപ്പോൾ ഈ റൈറ്റ് ടു പെർഫോമൻസ് തെയ്യം എന്ന് പറയുന്നത് ചില കാസ്റ്റുകൾക്ക് കിട്ടുന്ന ഒരു കൈൻഡ് ഓഫ് പ്രിവിലേജസ് ആയിട്ടുള്ളൊരു പൊസിഷനാണ്. അതായത് ചില കാസ്റ്റിലുള്ള ആളുകളാണ് തെയ്യം കെട്ടി ആടുന്നത്. അവർ ചിലപ്പോൾ നമ്മൾ സോഷ്യൽ ഹൈറാർക്കി എടുത്ത് നോക്കുമ്പോൾ, കാസ്റ്റിൻ്റെ ഹൈറാർക്കി എടുത്ത് നോക്കുമ്പോൾ അവർ ലോ കാസ്റ്റ് ആയിരിക്കും. അതായത് അങ്ങനെയുള്ള ആളുകളാണ്, അതായത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാസ്റ്റിലുള്ള ആളുകളാണ് തെയ്യം പെർഫോമൻസ് കെട്ടിയാടുന്നത്. അത് വണ്ണാന്മാർ, മലയന്മാർ, വേലൻ, മാവിലൻ, കൊപ്പലാർ, പുലയൻ,
ഇവരൊക്കെയാണ്, ഈ കാസ്റ്റിൽപ്പെട്ട ആളുകളാണ് എന്ത് ചെയ്യുന്നത്, ഈ തെയ്യമായിട്ട് കെട്ടി ആടുന്നത്. ഇനി തെയ്യം കൾട്ടിൻ്റെ, അതായത് ഈ തെയ്യം എന്നുള്ള ആ ഒരു ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് അതിന് എത്രമാത്രം പഴക്കം ഉണ്ടെന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടാണ്. ലിറ്റററി റെഫറൻസും വളരെ കുറവാണ്. അതായത് ഇതിനെക്കുറിച്ചുള്ള ബുക്കുകളും വളരെ കുറവാണ്. ഈ തോറ്റം പാട്ടുകൾ എന്ന് പറയുന്നത് അടുത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ തോറ്റം പാട്ടുകളുണ്ടല്ലോ, അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലിറ്റററി റിഫറൻസ് ഒക്കെ ഈ തെയ്യത്തിന്റെ കൾട്ടിനെ കുറിച്ചൊക്കെ ഉള്ളത് വളരെ ബുദ്ധിമുട്ടാണ്, നമുക്ക് കിട്ടിയിട്ടില്ല, വലുതായിട്ടുള്ള ഇൻഫർമേഷൻ ഒന്നും നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ തോറ്റം പാട്ടുകൾ അല്ലെങ്കിൽ ഈ തെയ്യത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഓറലി ട്രാൻസ്മിറ്റഡ് ആയിട്ട് വരുന്നതാണ്, ഇവിടെ എഴുതി വെച്ചിട്ടുള്ള കാര്യമില്ല. അപ്പോൾ ഈ ഓറൽ ട്രാൻസ്മിഷൻ ആയതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് മോഡിഫിക്കേഷൻസ് ഉണ്ട്. ഒരാൾ പാടുന്നതല്ലല്ലോ മറ്റൊരാൾ പാടുന്നത്, അപ്പോൾ ഒരുപാട് അൺഎഡിറ്റഡ് വേർഷൻസ് ഉണ്ട്. അപ്പം അതൊന്നും പ്രിസർവ് ചെയ്തിട്ടില്ല ഈ പാട്ടുകളുടെ ഒന്നും. അപ്പോൾ കൺവീനിയൻസ്, അതായത് ഈ പഠിക്കുന്ന ആളുകളുടെ കൺവീനിയൻസും കേൾക്കുന്ന ആളുകളുടെ കൺവീനിയൻസ് അനുസരിച്ച് ഓരോരുത്തരും മീനിങ്ങും ഈ പഴയ വാക്കുകളിലായിരിക്കുമല്ലോ പാടുന്നതൊക്കെ. മലയാളം ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തെലുഗു കന്നഡയാണെന്നുണ്ടെങ്കിലും പഴയ വേർഡ്സ് ഒക്കെ വെച്ചിട്ടായിരിക്കും പാടുന്നത്. അപ്പോൾ അങ്ങനെ ലിസണേഴ്സിന്റെ കേൾക്കാനായിട്ടുള്ള ഒരു മനസ്സിലാക്കാനുള്ള ഒരു കൺവീനിയൻസ് നോക്കിയും ഈ പാടുന്നവരുടെ കൺവീനിയൻസ് നോക്കിയും അല്ലെങ്കിൽ പഠിക്കുന്നവരുടെ കൺവീനിയൻസ് നോക്കിയും ചില കാര്യങ്ങളെല്ലാം അവർ ഈസി ആക്കി മാറ്റാറുണ്ട്. അതായത് വലിയ കഠിനമായ വാക്കുകളെല്ലാം ഇവർ മാറ്റി മീനിങ്സ് എല്ലാം നല്ല രീതിയിൽ കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കിയാണ് ഇവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ തോറ്റം പാട്ടുകളെ നമ്മൾ പഠിച്ച്, അതായത് അതിൻ്റെ ലാംഗ്വേജിനെ കുറിച്ചും അതിൻ്റെ ഒറിജിനെ കുറിച്ചും ഒക്കെ പഠിക്കുമ്പോഴും നമുക്ക് അതിൻ്റെ ഡേറ്റ് എന്നത്തേക്കാണ്, അല്ലെങ്കിൽ ഇത് എപ്പോഴാണ് ഇത് സംഭവം നടന്നതെന്നോ അല്ലെങ്കിൽ ആരാണ് ഇത് പാടി തുടങ്ങിയെന്നോ അല്ലെങ്കിൽ എപ്പോഴായിരുന്നോ ഉള്ള കാര്യമൊന്നും നമുക്ക് ഡേറ്റ് ഒന്നും അസേർട്ടൻ ചെയ്യാൻ പറ്റത്തില്ല. ഇനി തെയ്യാട്ടം അല്ലെങ്കിൽ ഈ തെയ്യത്തിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്ന അതിൻ്റെ ആ ഒരു ഒറിജിൻ എന്ന് പറയുന്നത് വേലൻ വെറിയാട്ട് എന്ന് പറഞ്ഞ് മുരുകനെ വേർഷിപ്പ് ചെയ്യുന്നൊരു കൈൻഡ് ഓഫ് ഏൻഷ്യൻ ഫോം ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഇതിന്റെ തുടക്കമെന്നും പറയുന്നുണ്ട്. അത് നമ്മുടെ സംഘം ഏജിലായിരുന്നു ഈ ഒരു ഇൻസിഡന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിങ്ങനെ മോഡിഫൈ ചെയ്ത് പല സ്ഥലങ്ങളിൽ എത്തിയപ്പോൾ തെയ്യാട്ടമായി മാറി എന്നും പറയുന്നു. ഇനിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വേർഷിപ്പും രീതികളും ഒക്കെ എങ്ങനെയാണ്. കോക്ക് സാക്രിഫൈസ് ഉണ്ട്, നമ്മൾ കുരുതി കൊടുക്കുക എന്ന് പറയത്തില്ലേ, അതുണ്ട്. പിന്നെന്താണ്, ഈ ഒരു ഹ്യൂജ് സ്റ്റാൻഡിൽ വെച്ചിട്ട് നമ്മൾ കുഞ്ഞു വിളക്കുകളെല്ലാം കത്തിച്ച് വെക്കുന്ന ഒരു കൈൻഡ് ഓഫ് പരിപാടിയുണ്ട്, ഒരു കൈൻഡ് ഓഫ് വേർഷിപ്പിംഗ് മെത്തേഡ് ഉണ്ട് ഇവർക്ക്. പിന്നെന്താണ്, മെലേരി എന്നും പറഞ്ഞ്, അതായത് നമ്മൾ കർപ്പൂരം കത്തിച്ച്, അല്ലെങ്കിൽ കർപ്പൂരം അല്ലെങ്കിൽ നമ്മുടെ ആ ഇതുണ്ടല്ലോ എംബർ, നമ്മുടെ ആ കൽക്കരി, ആ സംഭവം കത്തിച്ചിട്ട് തെയ്യം അതിൻ്റെ പുറത്തൂടെ ഓടുന്നുണ്ട്, അതായത് തീക്കനലിലൂടെ ഓടുന്ന ഒരു പരിപാടിയുണ്ട്. പിന്നെന്താണ്, ഈ കള്ള് കുടിക്കുന്ന, അതായത് ഈ പിന്നെന്താണ് ചില തെയ്യം പെർഫോമൻസുകൾക്ക് നമ്മൾ കള്ള് എന്ത് ചെയ്യാൻ ഒരു റിച്വലായിട്ട് കൺസ്യൂം ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പല രീതിയിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനത്തുള്ള രീതിയിലൊക്കെയായിരുന്നു സംഘം ഏജിലും ഇങ്ങനെയാണ് വേർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് തന്നെ കുറച്ചു കാലം നമ്മൾ ഫോളോ ചെയ്തിട്ടുമുണ്ട്, അതായത് ഫോളോ ചെയ്യുന്നുമുണ്ട്. അങ്ങനെ ആ സമയത്താണ് ഒരു കൈൻഡ് ഓഫ് സ്റ്റാൻഡേർഡൈസേഷൻ ഇതിനെല്ലാം കൊണ്ടുവരണമെന്ന് കൊളോണിയലിസം ഒക്കെ വരുന്നതിന് മുന്നേ, അതായത് ബ്രിട്ടീഷുകാരൊക്കെ വരുന്നതിന് മുന്നേ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് പ്രൊസീജിയർ ഇതിന് കൊണ്ടുവരണമെന്ന് ഇങ്ങനെ കോലത്തിരികൾ അവരുടെ സൂപ്പർവിഷനിൽ എന്ത് ചെയ്യാൻ തുടങ്ങി, കുറച്ച് സൂപ്പർവൈസ് ഒക്കെ ചെയ്ത് കുറച്ച് മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ നോക്കി. കോലത്തിരികൾ എന്ന് പറയുമ്പോൾ ഈ കോലത്തിരി എന്ന് പറയുന്ന ആളുകളെന്ന് പറഞ്ഞാൽ നോർത്തേൺ മലബാർ കേരള റൂൾ ചെയ്തിരുന്ന ഒരു കൈൻഡ് ഓഫ് റോയൽ ഫാമിലിയാണ്. അവർ ഈ ചേര അല്ലെങ്കിൽ ചോള കിങ്ഡംസ് തകർന്നപ്പോൾ, ഡിക്ലൈൻഡ് ആയപ്പോൾ പൊങ്ങി വന്ന ഒരു ഫാമിലിയാണ് ഇവരുടെ ഈ ഒരു ഡൈനാസ്റ്റി. ഏതാണ് ഈ കോലത്തിരി എന്ന് പറയുന്നത്. അപ്പോൾ കോലത്ത് നാട് അല്ലെങ്കിൽ ആ ഒരു നോർത്തേൺ മലബാർ കേരളയൊക്കെ ഇവരാണ് ഭരിച്ചിരുന്നത്. അപ്പോൾ അവരുടെ സൂപ്പർവിഷനിൽ എന്ത് വന്നു, ഈ തെയ്യങ്ങളുടെ പെർഫോമൻസ് വന്നു. അപ്പോൾ പിന്നെ അവരാണ് ഈ പെർഫോമൻസ് എല്ലാം സാങ്ഷൻ ചെയ്യുന്നതും എല്ലാം. അപ്പം കോലത്തിരികളുടെ താഴെയായി അല്ലെങ്കിൽ അവരുടെ ഒരു ഡൊമൈനിലാണ് നമ്മുടെ തെയ്യത്തിന്റെ പെർഫോമൻസ് എല്ലാം പിന്നീട് വരാൻ തുടങ്ങിയത്. ഇവരുടെ ഫാമിലി ഡൈറ്റിയാണ്, കോലത്തിരികളുടെ ഫാമിലി ഡൈറ്റിയാണ് തിരുവാർക്കെട്ട് ഭഗവതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തൈപ്പരദേവത എന്ന് പറയുന്നു. അവിടെ ഒരു മദർ ഗോഡസ് ആണ് ഇവരുടെ, അതായത് അവരുടെ ആ ഫാമിലി ഡൈറ്റി എന്ന് പറയും. ചില വലിയ തറവാടുകളിലൊക്കെ അല്ലെങ്കിൽ പഴയ പാലസുകളിലൊക്കെ അവിടെ തന്നെ ആ പാലസിനകത്ത് തന്നെ നമ്മൾ ഈ ഭഗവതിമാരെയൊക്കെ പൂജിക്കും. അപ്പം അങ്ങനെ ഒരു ഭഗവതിയാണ് തിരുവാർക്കെട്ട് ഭഗവതി അല്ലെങ്കിൽ തൈപ്പരദേവത എന്ന് പറയുന്നത്. അത് മദർ ഗോഡസ് ആണ്. ഓക്കെ, ഇനി വാസ്റ്റ് മെജോറിറ്റി ഓഫ് തെയ്യംസ് എന്ന് പറയുന്ന മദർ ഗോഡസിന്റെ മാനിഫെസ്റ്റേഷൻസിലും ഉണ്ട്, ദേവിമാരായിട്ടും ഉണ്ട്. അപ്പം മോസ്റ്റ് ഏൻഷ്യന്റ് ഫോം ഓഫ് ഇവരെ, അതായത് ഈ മദർ ഗോഡസ് ആയിട്ട് വേർഷിപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർ ഫെർട്ടിലിറ്റിയാണ് അവർ റെപ്രസെന്റ് ചെയ്യുന്നത്, കുഞ്ഞുങ്ങളുണ്ടാവാൻ പ്രാർത്ഥിക്കുന്നു അങ്ങനെയുള്ള ഇതിൽ.
അപ്പോൾ അതിൽ ആ തെയ്യംസിൽ മദർ ഗോഡസ് ആയിട്ട് നമ്മൾ വർഷിപ്പ് ചെയ്യുന്ന തെയ്യങ്ങൾ എന്ന് പറയുമ്പോൾ കാളിയെ നമ്മൾ വർഷിപ്പ് ചെയ്യുന്നുണ്ട് തെയ്യമായിട്ട്. ഭഗവതിയുണ്ട്, പരദേവതയുണ്ട്, ചാമുണ്ടിയുണ്ട്, മന്ത്രമൂർത്തികളുണ്ട്. മന്ത്രമൂർത്തികൾ എന്ന് വെച്ചാൽ ഭൈരവൻ, കുട്ടിച്ചാത്തൻ, ഖണ്ഡകർണൻ, ഉച്ചിട്ട, ഗുളികൻ, ഇവരൊക്കെ. പിന്നെ ഹീറോസിനെ നമ്മൾ തെയ്യമായിട്ട് പ്രാർത്ഥിക്കാറുണ്ട്, അതായത് പെർഫോം ചെയ്യാറുണ്ട്. പടവീരൻ, കുടിവീരൻ, പിന്നെ പാണ്ഡിവീരൻ, കതിവനൂർ വീരൻ, പടർകുളങ്ങര വീരൻ, ഇങ്ങനെ. പിന്നെ അതുപോലെ തന്നെ ആൻസസ്റ്റേഴ്സ്, അതായത് നമ്മുടെ ആൻസസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ തൊട്ട് മുന്നേ ഉണ്ടായിരുന്നു നമ്മുടെ ഫാമിലിയിലെ അപ്പൂപ്പന്മാരോ അങ്ങനെയൊക്കെ ഉള്ളവരെ, മുത്തപ്പൻ, തൊണ്ടച്ചൻ, അങ്ങനെയൊക്കെ പറഞ്ഞും തെയ്യമായിട്ട് നമ്മൾ വർഷിപ്പ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ സെർപ്പൻ ഗോഡ്സും ഉണ്ട് തെയ്യമായിട്ട് നമ്മൾ പെർഫോമൻസ്, അവരുടെയും ഒരു വർഷിപ്പിംഗ് ഉണ്ട്. നാഗകണ്ണിയുണ്ട്, നാഗയക്ഷിയുണ്ട്, നാഗരാജാവുണ്ട്. അത് സെർപ്പൻ ഗോഡ്സ് ആണ്. പിന്നെ ആനിമൽ ഫോംസിലുള്ള ഗോഡുകൾ, ദൈവങ്ങളും ഉണ്ട്. അവരെയും തെയ്യമായിട്ട് നമ്മൾ നോക്കാറുണ്ട്. അതായത് പുലിയൂർ കാളിയുണ്ട്, പുലിക്കരിങ്കാളിയുണ്ട്, പുലിയൂർ കണ്ണനുണ്ട്, പുലിമാരനുണ്ട്, കണ്ടപ്പുലിയുണ്ട്, മരപ്പുലിയുണ്ട്. അപ്പോൾ ഇത്രയും വേറെ വേരിയേഷൻസ് ആണ് ഉള്ളത് ഇവർക്ക്. ഫീമെയിൽ ഗോഡസസ് മാത്രമല്ല, അതായത് ഫീമെയിൽ ഗോഡസ് അല്ല, മെയിൽ ഗോഡസ് അല്ല, ആനിമൽ ഗോഡ്സ് ഉണ്ട്, സെർപ്പൻ ഗോഡ്സ് ഉണ്ട്, അല്ലേ? അപ്പൊ ഇത്രയും മന്ത്രമൂർത്തീസ് ഉണ്ട്, മദർ ഗോഡസ് ഉണ്ട്. അപ്പൊ ഹീറോസിനെ നമ്മൾ ആൻസസ്റ്റേഴ്സിനെ ഒക്കെ വർഷിപ്പ് ചെയ്യാറുണ്ട് തെയ്യമായിട്ട്. ആൻഡ് ഈ തെയ്യം കൾട്ടിലെ ഗോഡസ് ഉണ്ട്, അതായത് നമ്മൾ ഈ ദേവിമാരുണ്ടല്ലോ, നമ്മൾ അതായത് നമ്മുടെ അമ്പലങ്ങളിൽ വെച്ച് പൂജിക്കുന്ന ദേവിമാർ, നമ്മുടെ തെയ്യം കൾട്ടിലെ ഗോഡസുകളും ഡിഫറൻസ് ഉണ്ട്. അതായത് നമ്മൾ ഈ വേദിക് അതായത് അമ്പലങ്ങളിലൊക്കെ വെച്ച് പൂജിക്കുന്ന ദേവിമാരെന്ന് പറയുമ്പോൾ മെയിൽ ഗോഡ്സിന്റെ ഭാര്യയായിട്ടോ അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന പത്നിയായിട്ടോ ഒക്കെ ആയിരിക്കും നമ്മൾ വെച്ച് പൂജിക്കുന്നത്. പക്ഷെ ഇവർക്കൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ തെയ്യം കൾട്ടിലെ ഗോഡസുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരെല്ലാം വളരെ ഇൻഡിപെൻഡന്റ് ആയിരിക്കും, വിർജിൻസും ആയിരിക്കും. കല്യാണം കഴിക്കാതെ വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ഒരു കൈൻഡ് ഓഫ് വേർഷിപ്പിംഗ് ആയിരിക്കും, ഫോം ആയിരിക്കും അവർക്കുള്ളത്. ഇനി ഈ തെയ്യത്തിന്റെ കൾട്ട് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് ട്രൈബൽ ബിലീഫിലും ആയിരിക്കും. ട്രൈബൽ ബിലീഫിലാണ് ഇതിങ്ങനെ വെച്ച് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതായത് ട്രൈബൽസിന്റെ ആൻസസ്റ്റേഴ്സ്, ഹീറോസ്, അവരുടെ ഒരു ഇതിലായിരിക്കും തെയ്യത്തിന്റെ മിക്കവാറുമുള്ള തെയ്യം കൾട്ടുകളെല്ലാം ആ ഒരു ബിലീഫിലാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പൊ തെയ്യാട്ടം എന്ന് പറയുന്നത് എന്താണ്? ഈ ഹീറോസിനെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു ഇതും കൂടിയാണ്. അവർ സൊസൈറ്റിയിലെ ഇൻജസ്റ്റിസിനെതിരെ പോരാടി അവരും രക്തസാക്ഷികളായിട്ട് മരണമടഞ്ഞു. അപ്പൊ അവരെ എന്ത് ചെയ്യണം? നമ്മൾ ആ ഹീറോസ് അവർ ചെയ്ത ആ ഒരു നല്ല കാര്യത്തിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുവാണ്. അങ്ങനെയും നമ്മൾ തെയ്യത്തിനെ കാണാറുണ്ട്. ഓക്കെ. പിന്നെ ഈ തെയ്യംസ് എന്ന് പറയുന്നത് എന്താണ്? അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ കളക്റ്റീവായിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനാണ് തെയ്യം എന്ന് പറയുന്നത്. അതായത് ഒരുപാട് ആളുകളുടെ ഇമാജിനേഷനും ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് തെയ്യം എന്ന് പറയുന്നത്. അപ്പൊ കോലത്തിരിയാണ് ഞാൻ നേരത്തെ പറഞ്ഞു തെയ്യത്തിന്റെ എല്ലാ അതോറിറ്റി നേടിയെടുത്തത്. അദ്ദേഹം കോലത്ത് നാടിന്റെ തെയ്യത്തിന്റെ എല്ലാ അതോറിറ്റി ഈ കോലത്തിരി ഫാമിലിക്കായിരുന്നു. അവരാണ് പേട്രണായിട്ടും മാനേജറായിട്ടും തെയ്യത്തിനെ കുറച്ചു കാലം കൊണ്ട് നടന്നത്. ഓക്കെ. ഇനി സ്ഥാനം അല്ലെങ്കിൽ കാവ് അവരുടെ അതോറിറ്റിയുടെ കീഴിലായിരുന്നു. ആ അതോറിറ്റിയിൽ, അതായത് ഈ സ്ഥാനം, അതായത് ഈ കോലത്ത് നാടിന്റെ അല്ലെങ്കിൽ കോലത്തിരികളുടെ ആ ഒരു സ്ഥലത്തായിരിക്കും ഇവർ സ്ഥാനം അല്ലെങ്കിൽ കാവ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അവിടെ ആയിരിക്കും ഈ തെയ്യ പെർഫോമൻസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ചില സർട്ടൻ കമ്മ്യൂണിറ്റീസിന്റെ ഒക്കെ ഫാമിലീസ് ഉണ്ടല്ലോ, അവർക്കാണ് ഈ റിച്വൽ പെർഫോമൻസ് കണ്ടക്ട് ചെയ്യാനുള്ള ഒരു ഓതറൈസേഷൻ കൊടുക്കുന്നത്. ആൻഡ് അത് മാത്രമല്ല, ഈ വില്ലേജിലെ ഓരോ ആളുകൾക്കും ഓരോ റോള് കാണും. ഈ തെയ്യാട്ടത്തിന് അല്ലെങ്കിൽ കളിയാട്ടത്തിന് ഒരു വില്ലേജിൽ ഓരോരുത്തർക്കും ഓരോ റോള് കാണും. അത് ഒരാളുടെ കീഴിൽ അങ്ങ് പിടിച്ചടക്കി വെച്ചേക്കും എന്നല്ല പറഞ്ഞത്. ഈ പെർഫോമൻസ് നടക്കുന്ന സമയത്ത് എല്ലാവരും ഈക്വൽ തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല റെസ്പെക്റ്റും കാണും. ആ സമയത്ത് ഒരു കാസ്റ്റ് ഡിസ്റ്റിങ്ഷനും കാണത്തില്ല. പെർഫോമൻസിന്റെ സമയത്ത് എല്ലാവരും ഈക്വൽ ആയിട്ട് തന്നെ ആയിരിക്കും ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു ഒക്കേഷനിൽ മാത്രമാണ് കാസ്റ്റിനെ നമ്മൾ ഇമ്മെറ്റീരിയൽ ആയിട്ട് കൗണ്ട് ചെയ്യുന്നത്. ഓക്കെ. ഇനി തറവാടിലെ, അതായത് തറവാട്ട് വീടുകളിലെ സ്ത്രീകളുണ്ടല്ലോ, ഹൗസ് ഹോൾഡിലെ സ്ത്രീകൾക്ക് അവർക്ക് എന്താണ് ഈ അടുത്തുള്ള, അതായത് വിമൻ ഓഫ് തറവാട്, അതുപോലെ തന്നെ നെയ്ബറിങ് ഹൗസസ് അവിടെ ഈ പാഡിയൊക്കെ കാണും റിച്വൽസിനും ഫീസ്റ്റിനും. അപ്പോൾ അവർക്കും എല്ലാം എന്താണുള്ളത്, അവർക്ക് അതായത് ഈ സ്ത്രീകൾ, തറവാട്ടിലെ സ്ത്രീകൾക്കും എല്ലാം എന്ത് ചെയ്യാനെന്നാ പറഞ്ഞേക്കുന്നത്, അവർക്കും എല്ലാം ഈ ഒരു പെർഫോമൻസ് കാണാൻ പോവാം. ഓക്കെ. അപ്പോൾ അവർ ഹോൾ വില്ലേജിലെ ഫെസ്റ്റിവലാണ്. അവരത് സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ റിച്വൽസിനും സദ്യയ്ക്കും വേണ്ടി അവർ അവരുടെ തന്നെ ഫാമിലിയിലെ പാഡി, അതായത് അരിയൊക്കെ നെല്ലും ഒക്കെ എല്ലാ ഫാമിലിയിലുള്ള ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം എക്സ്പെൻഡിച്ചറും അതൊന്നും വലിയ പ്രശ്നമേ അല്ലായിരുന്നു ആ സമയത്ത്.
പിന്നെ നോർത്ത് മലബാർ എന്ന് പറയുന്നത് ഈ കാസ്റ്റ് റിജിഡിറ്റിയുടെ കാര്യത്തിലും കാസ്റ്റ് ഒപ്രഷന്റെ കാര്യത്തിലും ഭയങ്കര ഫേമസ് ആണ്, നൊട്ടോറിയസ് ആണ്. അപ്പൊ ചില തെയ്യംസ് എന്ന് പറയുന്നത് ഈ കാസ്റ്റ് അട്രോസിറ്റീസിന്റെ വിക്ടിംസ് ആയിരിക്കും. അതായത് ഈ അവർ മനുഷ്യനായിട്ടിരുന്ന സമയത്ത് ചിലപ്പോൾ കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെതിരെ ഫൈറ്റ് ചെയ്ത് ചിലപ്പോൾ മരണമടഞ്ഞ തെയ്യം ആളുകളും ഉണ്ട്. അവർ ചിലപ്പോൾ മരിച്ചതിന് ശേഷം തെയ്യം അല്ലെങ്കിൽ ഒരു ഗോഡിന്റെ ലൈക്ക് സൂപ്പർ ഫിഗർ ആയിട്ട് മാറുന്നതും ഉണ്ട്. ഓക്കെ, അപ്പം വളരെ ഇപ്പം അതുകൊണ്ടാണ് ഈ തെയ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഈ തെയ്യം പെർഫോമൻസ് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ തെയ്യം കെട്ടി ആടുന്ന ആൾക്ക് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഉള്ളത്. ഇനി കോലത്തിരി ആയിരുന്നു ഹയസ്റ്റ് പേട്രൺ ആൻഡ് ജഡ്ജ്. അതായത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഈ തെയ്യത്തിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും പെർഫോമൻസിന് ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പുകാർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ, ആ കൾട്ടിലുള്ള ആളുകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ കോലത്തിരിയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹമാണ് അവരാണ് ജഡ്ജ് ചെയ്യുന്നത്. ആൻഡ് ഓരോ വില്ലേജിലുള്ള ഓരോ കാസ്റ്റിനും ഓരോ ഡ്യൂട്ടീസ് കാണും തെയ്യാട്ടത്തിന്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു വില്ലേജിലുള്ള ഒരാൾ മാറി നിൽക്കത്തില്ല. ഈ പെർഫോമൻസ് നടക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ അതും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ കാവെന്ന് പറയുന്നത് പെർട്ടിക്കുലർ കാസ്റ്റിനെ ബിലോങ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ എല്ലാ വില്ലേജിലുള്ള എല്ലാ കാസ്റ്റും ഇവരെ ഈ ഒരു പെർഫോമൻസ് നടക്കുന്ന സമയത്ത് കോപ്പറേറ്റ് ചെയ്യുകയും ഇൻവോൾവ് ചെയ്യുകയും വേണം. അപ്പോൾ ബ്രാഹ്മിൻസിനാണെന്നുണ്ടെങ്കിൽ കാവിൻ്റെ പ്യൂരിറ്റി, ആ ഒരു റിച്വൽ പ്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുകയാണ് അവരുടെ ജോലി എന്ന് പറയുന്നത്. കാർപ്പൻട്രി വർക്ക്സ് എല്ലാം, അതായത് പീഠം, ഈ തെയ്യമൊക്കെ സെറ്റ് ചെയ്യുന്ന, തെയ്യം ഇരിക്കാനുള്ള ആ ഒരു സീറ്റൊക്കെ സെറ്റ് ചെയ്യുന്നത് കാർപ്പൻട്രി വർക്ക്സ് അവരുമുണ്ട്. അവരെ വിളിക്കുന്ന പേരെന്ന് പറഞ്ഞാൽ ജന്മാശാരി എന്നാണ്. അവരാണ് അതെല്ലാം സെറ്റ് ചെയ്യുന്നത്. കാർപ്പൻറ്റർ ഓഫ് ദ വില്ലേജ് എന്നാണ് ജന്മാശാരി എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർപ്പൻറ്റർ ഓഫ് ദ വില്ലേജ്. പള്ളിവാളുണ്ടല്ലോ, സേക്രഡ് സോഡ്, അതും ഹാൻഡ് ലാമ്പും, അതായത് കയ്യിൽ പിടിക്കുന്ന ലാമ്പും അതെല്ലാം റിന്യൂ ചെയ്യുകയും ഉണ്ടാക്കുന്നതും ഒക്കെ ബ്ലാക്ക് സ്മിത്ത് ആണ്. ബ്രോൺസ് ഐറ്റംസും എല്ലാം ബ്രോൺസ് സ്മിത്ത് ആണ് ഉണ്ടാക്കുന്നത്. തീയാസ്, അതായത് ഈ കലശമൊക്കെ കൊണ്ടുവരുന്ന ആളുകൾ, തീയന്മാരാണ് കലശം അല്ലെങ്കിൽ കള്ള് കൊണ്ടുവരുന്നത്. ആൻഡ് ഓയിൽ എന്ന് പറയുന്ന വാണിയന്മാരാണ് കൊണ്ടുവരുന്നത്. ഓക്കെ, പിന്നെ ഈ നല്ല ക്ലോത്ത്സ്, നല്ല കഴുകി വൃത്തിയാക്കിയ ക്ലോത്ത്സ് കൊണ്ടുവരുന്നത് വെളുത്തേടന്മാരാണ്. ഗോൾഡ് കൊണ്ടുവരുന്നത് ഗോൾഡ് സ്മിത്തുമാണ്. ഓക്കെ, പിന്നെ ഇതിന് ഈ നേരെ കുറിക്കുന്ന ആളുകളുണ്ടല്ലോ, ഓസ്പീഷ്യസ് ടൈം കുറിക്കുന്ന ആളുകൾ കണിയാന്മാര്, പിന്നെ നായര്, നമ്പ്യാര്, പൊതുവാള്, ഇവരെല്ലാം സൂപ്പർവൈസേഴ്സ് ആയിട്ട് നിൽക്കുന്നു. പുലയാസ് ആണ് ഇതിനു വേണ്ടി മാറ്റ് കൊണ്ടുവരുന്നത്. ഓക്കെ, MAT മാറ്റ്. ഇനി തെയ്യത്തിന് ഒരുപാട് റെസ്പെക്റ്റ് ഉണ്ട്. നോർത്തേൺ കേരളയിൽ ആളുകളുടെ മൈൻഡിൽ തെയ്യം എന്ന് പറയുന്നത് ഭയങ്കര റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ദോ ദർ ആർ ടെമ്പിൾസ് ഉണ്ടെങ്കിൽ പോലും വില്ലേജേഴ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രിമിറ്റീവ് സെൻറ്റർ, തെയ്യം എന്ന് പറയുന്നത് പ്രിമിറ്റീവ് സെൻറ്റർ ഓഫ് വേർഷിപ്പാണ്. നമ്മൾ അമ്പലങ്ങളിൽ പോകുമെങ്കിൽ പോലും അവിടെ ഉള്ള ആളുകൾ ഈ തെയ്യം പെർഫോമൻസിനെ അവരൊരിക്കലും കളയത്തില്ല. നമ്മൾ ഇൻസ്റ്റാഗ്രാം എടുത്താലും അവിടെ ഉള്ള ആളുകൾ, അതായത് ദൂരെ നിന്നുള്ള ആളുകൾ പോലും തെയ്യത്തിൻ്റെ പെർഫോമൻസുകൾ ഓരോ തറവാട്ടിൽ നടക്കുമ്പോൾ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പം ടെമ്പിളിൽ പോയി പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും ഇങ്ങനെയുള്ള പ്രിമിറ്റീവ് സെൻറ്റർ ഓഫ് വേർഷിപ്പ് ഒന്നും ഇവർ കളയത്തില്ല, അതായത് അവോയ്ഡ് ചെയ്യത്തില്ല അല്ലെങ്കിൽ നെഗ്ലക്റ്റ് ചെയ്യത്തില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ രീതിയിലും നല്ല രീതിയിലുള്ള പെർഫെക്ഷൻ, അതായത് മാസങ്ങൾക്ക് മുന്നേ തന്നെ ഇതിനുള്ള റിച്വൽസ് തുടങ്ങും ആ ഒരു ഗ്രാൻഡ് പെർഫോമൻസിന് വേണ്ടിയുള്ള. അപ്പം കളേഴ്സ്, അതായത് കോമ്പിനേഷൻ ഓഫ് കളേഴ്സ് ഉണ്ട്. റെഡ് ആണ് തെയ്യം കോസ്റ്റ്യൂമിൽ വളരെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അതൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് നമുക്ക് തരുന്നത്. ഈ തെയ്യംസിന് വളരെ വെറൈറ്റി ഓഫ് ഓർണമെന്റ്സ് ഉണ്ട്. സ്പെക്ടാക്കുലർ മുഡീസ് ഉണ്ട്. അതായത് മുടി എന്ന് വെച്ചാൽ കിരീടം പോലെ. ഹെഡ് ഗിയർ ഉണ്ട്, പള്ളിവാളുണ്ട്, അതായത് സോഡ് കയ്യിൽ വെക്കുന്ന. ആൻഡ് ഓൾസോ ആംഗ്ലറ്റ്, കൊലുസുണ്ട്. വലിയ കൊലുസാണുള്ളത്. കൊലുസെന്ന് പറയാൻ പറ്റുന്നത് ആംഗ്ലറ്റ്, ഭയങ്കര ഹെവി ആയിട്ടുള്ള ആംഗ്ലറ്റ് ഉണ്ട്, ബാംഗിൾസ് ഉണ്ട്. അപ്പോൾ അതിനൊരു റിതമിക് സൗണ്ട് ക്രിയേറ്റ് ചെയ്യും, അല്ലെ, ഒരു മ്യൂസിക്, ഒരു ആംബിയൻസ് അത് ക്രിയേറ്റ് ചെയ്യും. മ്യൂസിക്കും ഡാൻസും സോങ്സും മാജിക്കൽ അറ്റ്മോസ്ഫിയർ ആയിട്ടായിരിക്കും രാത്രിയിലാണ് ഇത് നടത്തുന്നത് മിക്കവാറും ഉള്ളത്. ഓക്കെ, അപ്പോൾ ഒരു കൈൻഡ് ഓഫ് യുണീക്ക് ആയിട്ടുള്ളൊരു ഓറ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ ആണ് ഇതിന് ഉള്ളത്. പിന്നെ തെയ്യംസ് എന്ന് പറയുന്നത് വേർഷിപ്ഡ് അക്രോസ്, അതായത് എന്താണ്, ഈ ഒരു ഡിഫറെൻറ്റ് കാസ്റ്റ് ആണെങ്കിലും ക്ലാസ് ആണെന്നുണ്ടെങ്കിലും അതിനെ എല്ലാവരും വേർഷിപ്പ് ചെയ്യുന്നത് ഒരുപോലെ തന്നെയാണ്. അപ്പോൾ പക്ഷേ എന്നാലും ഇതിൻ്റെ ഒരു അതോറിറ്റി, റിച്വൽ അതോറിറ്റി എടുക്കാനുള്ളൊരു ടെൻഡൻസി ബ്രാഹ്മിൻസിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതായത് ഇവർ എല്ലാം വേദിക് റിച്വലിസമായിട്ട് കൊണ്ട് കണക്ട് ചെയ്യും. എന്നിട്ട് അവർക്ക് ഇതൊരു ട്രൈബൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് തെയ്യങ്ങളുടേന്ന്. അപ്പോൾ അതിനെ വേണമെന്നുണ്ടെങ്കിൽ ഇവർ ഇച്ചിരി ഒരു പ്യൂരിഫൈ ചെയ്യണം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് ഇവരെല്ലാം അതുമായിട്ട് കണക്ട് ചെയ്യാറുണ്ട് ഈ ബ്രാഹ്മിൻസ് എന്ന് പറയുന്നത്. മെനി ഓഫ് ദ തെയ്യംസ് എന്ന് പറയുന്നത് അവരെ അംശം എന്നാണ് വിളിക്കുന്നത്. അതായത് വിഷ്ണുവിൻ്റെയും ശിവന്റെയും അംശമായിട്ടാണ്, പാർട്ടെന്നായിട്ടാണ് നമ്മൾ പറയുന്നത്. വേദിക് ഗോഡ്സ് ആണ് വിഷ്ണു ശിവനും ഒക്കെ. അവരെ ആരാണ് പൂജിക്കുന്നത്? അമ്പലത്തിൽ കയറി ബ്രാഹ്മിൻസ്. അപ്പോൾ ഈ ബ്രാഹ്മിൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെയ്യത്തിനെയും അവരുടെ കീഴിൽ കൊണ്ടുവരാൻ വേണ്ടി വിഷ്ണുവിൻ്റെ ഭാഗമാണ്, ശിവന്റെ ഭാഗമാണെന്നും പറഞ്ഞ് കുറച്ച് പ്യൂരിഫൈ ചെയ്യാനുള്ളൊരു കൈൻഡ് ഓഫ് ടെൻഡൻസി ഇവരുടെ കയ്യിലുണ്ട്. ഓക്കെ, പിന്നെ
ഈ തെയ്യം എന്ന് പറയുന്നത് ഈ ആര്യൻ കൺവെൻഷൻസ് അല്ലെങ്കിൽ ബ്രാഹ്മൺസിന്റെ കൺവെൻഷൻസിൽ നിന്ന് ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ചില തെയ്യങ്ങൾക്ക് അതായത് മഹാഭാരതത്തിലെ രാമായണത്തിലെയൊക്കെ കഥകൾ പറയുന്ന തെയ്യങ്ങളുണ്ട്. അവർ ഡിവോട്ടീവ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് ഈ കഥകൾ പറയുന്നവരുണ്ട്. പിന്നെന്താണ്, ഈ തെയ്യങ്ങൾ തന്നെ നിയർ ബൈ ടെമ്പിൾസിൽ പോയി പെർഫോം ചെയ്യുകയും അവിടുന്ന് എണ്ണയും വിളക്കും ഒക്കെ കൊണ്ടുവരികയും ചെയ്യുന്ന അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ട്, ഒരു ട്രഡീഷനും ഒക്കെ ഉണ്ട് കേട്ടോ. അതായത് പിന്നെ ചില വീടുകളിൽ പോയി പ്രോമിനൻ്റ് ആയിട്ടുള്ള ഹൗസ് ഹോൾഡ്, അതായത് ഹൈ കാസ്റ്റ് ആളുകളുടെ വീട്ടിൽ പോയി പെർഫോം ചെയ്യുന്നതും ഉണ്ട്. അത് അതായത് ആ ദേശത്തെ അല്ലെങ്കിൽ ആ സ്ഥലത്തെ അവിടെ പോയി എന്താണ് പിന്നെ പോയി പെർഫോം ചെയ്യുന്നതും ഒക്കെ ഈ ഒരു ഇതായിട്ടും ഉണ്ട്, ഒരു ടെൻഡൻസി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ട്രഡീഷണൽ പ്രാക്ടീസസ് ഉണ്ട്. പിന്നെന്താണ്, തെയ്യത്തിന് ഒരുപാട് എന്താ പറയുക, ഫെയ്ത്ത്, ഡ്രസ്സ്, മ്യൂസിക്, റെസിഡൻസി, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ച് വേരിയേഷൻസ് ഒക്കെ വരും ഓരോ റീജിയണിൽ വരുമ്പോഴും. നെക്സ്റ്റ് എന്ന് പറയുന്നത് തെയ്യംസ് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത്, ഡിവോട്ടീസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ബ്ലെസ്സിങ് സെഷനിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അവരവരുടെ ഒറിജിനെ കുറിച്ചും എക്സ്പീരിയൻസിനെ കുറിച്ചും കുറേ പ്രോവേർബ്സിനെ കുറിച്ചും ഒക്കെ പ്രോവേർബ്സ് ഒക്കെ പറയും. വജൽ അല്ലെങ്കിൽ ഉരിയാടൽ എന്നാണ് അതിനെ പറയുന്നത്. അവർ പറയുന്ന കാര്യങ്ങളെ സേക്രഡ് സെയിങ്സ് അല്ലെങ്കിൽ ഉരിയാടൽ എന്നാണ് പറയുന്നത്. ആ സെയിങ്സിനിടക്ക് തെയ്യംസ് അവരുടെ മോറൽ വാല്യൂസ്, നമ്മുടെ മോറൽ വാല്യൂസ് എങ്ങനെ വേണമെന്നും ആളുകളെ അതിനെക്കുറിച്ച് എഡ്യൂക്കേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. തെയ്യംസ് ഓഫ് തുളുനാട് അവർ പറയുന്നതെന്ന് വെച്ചാൽ എന്നിൽ ഫെയ്ത്ത്, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നാണ് പറയുന്നത്. നമ്മൾ കാന്താര ഏറ്റവും അവസാനം ക്ലൈമാക്സിൽ ഇതുപോലെ ആ ദൈവം എന്ത് ചെയ്യുന്നു, എല്ലാവരെയും അടുത്ത് പിടിച്ച് നിർത്തി കൈ ഇങ്ങനെ പിടിച്ച് വെച്ചിട്ട് കുറെ കാര്യങ്ങൾ പറയുവാണ് ചെയ്യുന്നത്. ആ സ്ഥലം നോക്കിക്കൊള്ളണം എന്നിങ്ങനെ പറയുവാണ്. അപ്പം സത്യസന്ധതയ്ക്ക് വിലയുണ്ടെന്നും അവരെ കുറച്ച് മോറൽ വാല്യൂസ് അല്ലെങ്കിൽ മോറൽ ടീച്ചിങ്സ് കൊടുക്കുന്നുണ്ട്. ട്രൂത്ത് ആണ് ഹയസ്റ്റ് വാല്യൂ. തെയ്യംസ് എപ്പോഴും പറയുന്ന കാര്യം എന്ന് പറഞ്ഞത് സത്യസന്ധമായിട്ട് തന്നെ ജീവിക്കുക. ആൻഡ് ഈ കാവും സ്ഥാനവും എല്ലാം എന്താണ്, അവരുടെ ആ ഒരു എന്താണ് നീതി നടപ്പാക്കുന്ന സ്ഥലങ്ങളായിട്ടാണ്, കോർട്ട് ഓഫ് ജസ്റ്റിസ് ഏരിയാസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അവർ. തെയ്യംസ് എന്ത് ചെയ്യുന്നു വെച്ചാൽ ആളുകളുടെ ഹാൻഡ് ഹോൾഡ് ചെയ്തിട്ട് ഡിവോട്ടീസിൻ്റെ അടുത്ത് വറി ചെയ്യേണ്ട, അവരുടെ ഒപ്പം ദൈവമുണ്ടെന്നും ഒക്കെ പറയുന്നു. ഡിവോട്ടീസിന് ഡയറക്റ്റ്ലി ഇന്ററാക്ട് ചെയ്യുക ഈ തെയ്യമായിട്ട്, അവരുടെ വറീസും ഒക്കെ എന്താണ് എക്സ്പ്രസ് ചെയ്തിട്ട് ആ ദൈവത്തിന്റെ വായിൽ നിന്ന് തന്നെ അഷുറൻസ് കിട്ടും. അപ്പോൾ അവരുടെ എന്താണ് വേണ്ടുന്നതെന്നുള്ളതൊരു ഇത് കിട്ടും. ആൻഡ് ഇതാണ് തെയ്യത്തിന്റെ യൂണീക്ക് പോയിന്റ് എന്ന് പറയുന്നത്. ആൻഡ് അവരെങ്ങനെയാണ് വേർഷിപ്പേഴ്സിനെ വിളിക്കുന്നത്, മൈ ചിൽഡ്രൻ, എൻ്റെ കുട്ടികളെ എന്ന് പറഞ്ഞിട്ടാണ് തെയ്യം സംസാരിക്കുന്നത് പോലും. അപ്പോൾ ഒരു പിന്നെ വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തെയ്യംസിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിച്വൽസിൻ്റെ ഇടയിൽ നിന്ന് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അതായത് ഈ ആളുകളാണെങ്കിലും പെർഫോമേഴ്സിനാണെന്നുണ്ടെങ്കിലും ഈ റിച്വൽസ് വിട്ട് കളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവർ ദൈവത്തിൻ്റെ ശാപം പേടിച്ച് അവർ ആ റിച്വൽസ് വിട്ട് ഒരു കളിയുമില്ല, അതിലൊരു മാറ്റവും അവർ കൊണ്ടുവരത്തില്ല. ഹ്യൂമൻ സാക്രിഫൈസ് ഒക്കെ പണ്ടുണ്ടായിരുന്നു, പക്ഷെ അത് ലോ പ്രോഹിബിറ്റ് ചെയ്തിരുന്നു. അതായത് വീരചാമുണ്ടി എന്ന് പറഞ്ഞ തെയ്യത്തിന് അതായത് ഹ്യൂമൻ സാക്രിഫൈസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പക്ഷേ ലോ പ്രോഹിബിറ്റ് ചെയ്തുകൊണ്ട് ആ തെയ്യം തന്നെ അങ്ങ് പെർഫോമൻസ് അങ്ങ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹ്യൂമൻ സാക്രിഫൈസ് പെർഫോം ചെയ്യാൻ പറ്റത്തില്ല എന്ന നിയമം വന്നതോടുകൂടി. പക്ഷേ ഹയർ അതോറിറ്റി എന്ത് ചെയ്തു, കുറച്ചും കൂടി പ്രോഗ്രസീവ് ആയിട്ടുള്ള റൂൾസ് കൊടുത്തു. അതായത് ഈ ഹണ്ടിങ്ങിനും ആനിമൽ സാക്രിഫൈസിനും ഒക്കെ വേറെ സിംബോളിക് ആയിട്ടുള്ള സാക്രിഫൈസസ് അവർ ചെയ്യാൻ തുടങ്ങി. അതായത് മനുഷ്യനെയും മൃഗങ്ങളെയൊക്കെ കൊല്ലുന്നതിന് പകരം വേറെ കുറേ ഓഫറിങ്സും സാക്രിഫൈസസും ഒക്കെ സിംബോളിക്കലി ചെയ്യാൻ തുടങ്ങി അതിന് പകരമായിട്ട്. ഇനി തെയ്യംസ് എന്ന് പറയുന്ന റീജിയണൽ ബാരിയേഴ്സ് ഉണ്ട് അവർക്ക്. അതായത് അവരുടെ തന്നെ ലിറ്റിൽ കിങ്ഡംത്തിലെ ലിറ്റിൽ ഗോഡ്സ് ആണ്. അതായത് ഒരു ജോഗ്രഫിക്കൽ ഏരിയ വിട്ടിട്ട് അവർക്ക് പുറത്തു പോകാനുള്ളൊരു അനുമതി ഇല്ല. അതായത് അവർ ഇന്ന ഏരിയയിൽ തന്നെ പെർഫോം ചെയ്ത് അവിടെ നിൽക്കണം എന്നാണ് പറയുന്നത്. തെയ്യംസിന് റീജിയണൽ ബാരിയേഴ്സ് ഉണ്ട്. ഒരുപാട് ലാർജ് ഏരിയാസ് ഒന്നും അവർക്ക് ബൈൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് അവർക്ക് അതോറിറ്റി ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. അവർക്കൊരു റീജിയണൽ ക്യാരക്ടറാണ് ഉള്ളത്. അപ്പോൾ ഈ സെയിം തെയ്യം ഒരുപാട് സ്ഥലങ്ങളിൽ വർഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ അതായത് ഓരോ റീജിയനിലും ഓരോ തെയ്യം പെർഫോമൻസ് ആണ് വേണ്ടുന്നത്. ആ ഒരാൾ ഒരു തെയ്യം പെർഫോമൻസ് അയാളുടെ റീജിയൻ വിട്ട് വെളിയിൽ പോയി ചെയ്യത്തില്ല. പിന്നെ വേണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചെയ്യാം, മറ്റുള്ളവരുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ മൈഗ്രേഷൻ തെയ്യങ്ങൾക്ക് പറ്റുകയില്ല. ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ജോഗ്രഫിക്കൽ ലിമിറ്റ് അവർക്കുണ്ട്. ഇപ്പോൾ കോലത്തിരി കിങ്ഡത്തിൽ പെർഫോം ചെയ്യുന്ന തെയ്യം അവിടെ മാത്രമേ പെർഫോം ചെയ്യാവൂ. അതിനപ്പുറത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും പെർമിഷനും കാര്യങ്ങളും ഒക്കെ വേണം. അപ്പോൾ നോർത്ത് കേരളയിലുള്ള ഒരാൾക്ക് പോരപ്പുഴ അത് ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല, പുഴ ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് കഴിഞ്ഞ് പോകണമെന്നുണ്ടെങ്കിൽ അവരെ ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്യണം. അപ്പോൾ അത് എല്ലാ തെയ്യം ഗോഡ്സിനും ഉള്ള അങ്ങനൊരു ഇതുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു എക്സാമ്പിൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാമൻ എന്ന് പറഞ്ഞൊരു തെയ്യം ഉണ്ടായിരുന്നു. ലവ് ഗോഡാണ് കാമൻ.
കാമദേവൻ എന്ന് പറയുന്നത് കാമൻ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ പൂരം സെറിമണിയിലെ ഡയറ്റിയാണ്. അപ്പോൾ ആ നോർത്ത് കേരളയിലുള്ള സ്ത്രീകൾ പറയും, കാമൻ്റെ അടുത്ത് പറയുന്നത് വെച്ചാൽ അടുത്ത വർഷവും വരണം, പക്ഷെ ഒരിക്കലും സൗത്തിലോട്ട് പോകരുത്, തെക്കന്മാർ ചതിക്കും എന്ന് പറയുന്നുണ്ട്. അതായത് ഈ ഒരു ഏരിയയിൽ തന്നെ നിൽക്കണം, വേറെ എങ്ങും പോകരുത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈ ഒരു സേയിങ്ങിൻ്റെ മിത്ത് എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല നമുക്ക്. അപ്പം കോരപ്പുഴയായിരുന്നു കോലത്ത് നാടിൻ്റെ ബൗണ്ടറി എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് അടുത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോലത്തിരിയുടെ ആ ഒരു ഡോമിനൻസി ഉണ്ടല്ലോ, ആ ഒരു ഡോമിനേഷൻ, അവർ ഈ കാവും കഴകവും എല്ലാം ഇവരൊക്കെയാണ് ഇങ്ങനെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അതും ഇതെന്താണ്, അവർ ലിമിറ്റ് ചെയ്യുമായിരുന്നു. അതായത് തെയ്യങ്ങളെ വേറെ സ്ഥലത്തോട്ട് പോകാനൊക്കെ അവർ ലിമിറ്റ് ചെയ്യുമായിരുന്നു. ബോർഡറൊക്കെ തീരുമാനിക്കുന്നത് ഇവരൊക്കെ തന്നെ ആയിരുന്നു. പിന്നെന്താണ്, പക്ഷെ ഇതിൻ്റെയൊക്കെ മീനിങ് എന്താണെന്ന് നമ്മളിത് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കും അറിയത്തില്ല, നമുക്കും മനസ്സിലാക്കാനുള്ള ഇത് സാധ്യത കുറവാണ്. ഒരുപാട് തെയ്യങ്ങൾ ട്രൈബലാണ് ഒറിജിനിൽ. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് റിച്വൽ പെർഫെക്ഷൻ വേണം. അപ്പം തെയ്യാട്ടം എന്ന് പറയുന്നത് കാവിൽ അല്ലെങ്കിൽ സ്ഥാനം പോലുള്ള സ്പെസിഫിക് പ്ലേസസിലെ വെച്ച് നടത്തും. അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് നടത്തുന്നത്. പക്ഷേ മുത്തപ്പൻ അല്ലെങ്കിൽ പുതിയ ഭഗവതി എന്നീ രണ്ട് തെയ്യങ്ങൾക്ക് ജോഗ്രഫിക്കൽ അല്ലെങ്കിൽ അതായത് സ്പേസിന് ലിമിറ്റ് ഇല്ല. അവർക്ക് എവിടെ വേണമെങ്കിലും പോകാം. ആൻഡ് പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദേശത്തിനും ദേശ ആചാരത്തിനും അനുസരിച്ചാണ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത്. സോ ആരും ഈ ഒരു ട്രഡീഷണൽ നോംസ് ബ്രേക്ക് ചെയ്യാനായിട്ട് ധൈര്യപ്പെടത്തില്ല. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ തെയ്യംസ് ഓരോ പ്ലേസസിൽ അവരുടെ ട്രഡീഷണൽ മാർജിൻസിലാണ് പെർഫോം ചെയ്യുന്നത്. അതിനപ്പുറത്തോട്ട് ആരും അതിനെ എന്റർടൈൻ ചെയ്യാറില്ല. പിന്നെ ഗസ്റ്റ് പെർഫോമൻസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അവർ ചില സ്ഥലങ്ങളിലൊക്കെ അവരുടെ ഏരിയ വിട്ടും പോവാറുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്, ആ ഒരു പെർമിഷനും കാര്യങ്ങളും ഒക്കെ വേണം. ഓക്കെ, ദെൻ ഈ തെയ്യത്തിനെ ഇത്ര കോംപ്ലക്സ് ആക്കി മാറ്റിയത് ഹ്യൂമൻ ബീയിങ്സ് തന്നെയാണ്. അവരുടെ നമ്മൾ ഈ മനുഷ്യരുണ്ടാക്കിയ കുറേ കസ്റ്റംസും റിച്വൽസും തന്നെയാണ് കളർഫുൾ ആക്കിയതും സ്റ്റാൻഡർഡൈസ്ഡ് ആക്കിയതും. ഈ സെയിം കസ്റ്റംസ് തന്നെയാണ് കുറച്ചുകൂടി റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നത്. അപ്പം ഈ ട്രൈബൽ ഒറിജിൻ, അതായത് മോസ്റ്റ്ലി ട്രൈബൽ ഒറിജിൻ ആണല്ലോ ഈ തെയ്യംസ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സൽ ഗോഡ്സ് ഉണ്ട്, നമ്മുടെ വേദിക് ഗോഡ്സ് ഉണ്ട്, അതുമായിട്ട് നല്ല ഡിഫറൻസ് ഉണ്ട്. ഈ വേദിക് ഗോഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് യൂണിവേഴ്സൽ അതോറിറ്റി ക്ലെയിം ചെയ്യുന്ന ആളുകളാണ്. അതായത് ഞാൻ ഒംനിപൊട്ടൻ്റ് ആണ്, ഞാൻ എല്ലായിടത്തും ഉണ്ട്, ഞാനാണ് ക്രിയേറ്റ് ചെയ്തത്, ഞാനാണ് ഡിസ്ട്രോയ് ചെയ്യുന്നത്, ഞാനാണ് പ്രിസർവ് ചെയ്യുന്നത് എന്നൊക്കെ പറയും അല്ലേ. നമ്മൾ അതായത് നമ്മൾ വിഷ്ണുവിനെ ശിവനെ അങ്ങനെയുള്ള വേദിക് ഗോഡ്സിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ തെയ്യങ്ങൾ എന്ന് വെച്ചാൽ വളരെ ഹമ്പിളാണ്. അവരങ്ങനൊന്നും പറയത്തില്ല. അവർ ഈ വേൾഡ്ലി അഫെയറിനെ കുറിച്ചൊന്നും ഒരു കൺസേണും ഇല്ല. അവർക്ക് അവരുടെ കുട്ടികളെ, അതായത് അവരെ പൂജിക്കുന്ന അവരുടെ ചുറ്റിനുമുള്ള ആളുകളെ പ്രൊട്ടക്ട് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. അവരുടെ കരച്ചിലിൽ സങ്കടങ്ങൾ കേൾക്കുക, അവരെ കൺസോൾ ചെയ്യുക, അതേ ഉള്ളൂ. ആൻഡ് അതുപോലെ തന്നെ അവരുടെ പവേഴ്സും കുറച്ച് ലിമിറ്റഡ് ആണ്. അപ്പോൾ ഈ ഡിവോട്ടീസ് ഉണ്ടല്ലോ, തെയ്യത്തിനെ അപ്രോച്ച് ചെയ്യുന്ന ഡിവോട്ടീസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഈ തെയ്യത്തിനെ കാണാൻ വരുന്ന ആളുകളും വിശ്വാസികളും അവരുടെ ആവശ്യങ്ങളും വളരെ ഹമ്പിളാണ്. അവർ പറയുന്നത് എന്താണ്, ഒരു കുഞ്ഞിനെ തരൂ, അല്ലെങ്കിൽ എൻ്റെ അസുഖങ്ങൾ മാറ്റി തരൂ, എൻ്റെ വീടിൻ്റെ മുമ്പിൽ നിന്ന് ചെന്നായ്ക്കളെ ഓടിച്ചു തരൂ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ദോഷങ്ങളെല്ലാം മാറ്റി തരൂ, ഇതൊക്കെ പറയത്തുള്ളൂ. അപ്പോൾ തെയ്യം എന്ത് പറയും, ഞാനൊരു അമ്മയെ പോലെ നിന്ന് എന്ത് ചെയ്യാം, നിനക്ക് ഫുഡ് തരാം, നിനക്ക് ധരിക്കാൻ വസ്ത്രം തരാം, നിനക്ക് കുഞ്ഞുങ്ങളെ തരാം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ മുച്ചിലോട്ട് ഭഗവതി എന്നും പറഞ്ഞ് കാസർഗോഡ് ഒരു അതായത് ആ ഒരു ഭഗവതിയെക്കുറിച്ചുള്ളൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ഉണ്ട്. ഈ ലോക്കൽ പീപ്പിൾ ഒരു ദിവസം ഒരു സ്നേക്ക്, അതായത് ഒരു പാമ്പും മങ്കൂസ് കീരിയും ഒരു കടുവയും ഒരു പശുവും കൂടെ ഒരു സ്ഥലത്ത് നല്ല കാം ആൻഡ് പീസ്ഫുൾ ആയിട്ട് ജീവിക്കുന്നത് കണ്ടു. ആസ്ട്രോളജേഴ്സ് വെച്ച് കൺസൾട്ട് ചെയ്ത്, അങ്ങനെ സംഭവിക്കത്തില്ലല്ലോ, കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് നോക്കിയപ്പോൾ അവിടെ മുച്ചിലോട്ട് ഭഗവതി ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഭഗവതി അല്ലെങ്കിൽ ഗോഡസുകളുള്ള സ്ഥലത്ത് പീസ് ആൻഡ് ഹാർമണി ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സൽ ഗോഡ്സ്, നമ്മുടെ വേദിക് ഗോഡ്സ്, ടെമ്പിൾ ഗോഡ്സ് എന്ന് പറയുന്നത് അവരവരുടെ പവർ ആൻഡ് സുപ്രീമസി കാണിക്കുന്ന ആളുകളാണെങ്കിൽ, തെയ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര സൈലന്റ് ആണ്. അവർ ഈ പവറിന്റെ കാര്യങ്ങളൊന്നും പറയാറില്ല. അവരവരുടെ അറ്റൻഷൻ എന്ന് പറയുന്ന അവരുടെ സിമ്പിൾ വർഷിപ്പേഴ്സിന് മാത്രം ഉള്ളതാണ്. അവരെ പ്രൊട്ടക്ട് ചെയ്യുക, അവരെ സേഫ് ആക്കി വെക്കുക. തെയ്യംസ് എന്ന് പറയുന്നത്, പക്ഷേ തെയ്യംസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇൻഫീരിയർ ആണ്, അങ്ങനൊന്നും ഇല്ല. മറ്റേ ഗോഡ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മറ്റേ ഗോഡ്സ് ആണ് ഭയങ്കര വലിയ ടെമ്പിളിലൊക്കെയാണ് നിൽക്കുന്നത്. അവർക്ക് ഡെയിലി വേർഷിപ്പ് ഉണ്ട്, ഭയങ്കര നല്ല പോലെയാണ്, ഇലാബറേറ്റ് ആയിട്ടാണ് അവർക്ക് കുറേ റിച്വൽസും കാര്യങ്ങളും. പക്ഷേ തെയ്യങ്ങൾക്ക് അങ്ങനെ ഇല്ലെങ്കിൽ പോലും അവർക്ക് അങ്ങനെയുള്ളൊരു ഇൻഫീരിയോറിറ്റി സ്റ്റേറ്റസ് ഒന്നും ഇല്ല. അവരും എന്താണ്, അവർക്കും ലോയൽ വേർഷിപ്പേഴ്സ് ഉണ്ട്, അവർക്കും യുണീക്ക് വേ ഓഫ് വേർഷിപ്പാണ് ഉള്ളത്. ബ്രാഹ്മണി ട്രഡീഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ടെമ്പിൾസ് ബിൽഡ് ചെയ്യുന്നു, അവർ ഡയറ്റീസിനെ അവിടെ വെക്കുന്നു അല്ലേ, റെഗുലർ ആയിട്ട് പൂജാസും റിച്വൽസും ഉണ്ട്. പക്ഷെ തെയ്യത്തിന്റെ വേസ് ഡിഫറെന്റ് ആണ്, അവർക്ക് ടെമ്പിൾസ് ഒന്നും ഇല്ല. പിന്നെന്താണ്, പള്ളിവാൾ, അവർക്ക് ആകെ ഉള്ളതെന്ന് വെച്ചാൽ ഒരു പള്ളിവാളുണ്ട്, അതിനെയാണ് വെച്ച് പൂജിക്കുന്നത്. അതൊരു മരത്തിന്റെ കീഴിൽ വെച്ചിട്ട് പൂജിക്കും, അതാണ് തെയ്യം എന്നുള്ള രീതിയിൽ വെച്ച് പൂജിക്കും. ആ വാളെടുത്തിട്ടാണ് ഈ പെർഫോമൻസ് നടക്കുന്ന സമയത്ത്, തെയ്യാട്ടത്തിന്റെ സമയത്ത് ഇവരെടുത്ത് വാളെടുത്ത് ഉറഞ്ഞു തുള്ളും. ഓക്കെ, അപ്പോൾ ഈ തെയ്യം
തെയ്യംസ് എന്ന് പറയുന്നത് ഒരു സ്ഥിരം ഒരു സ്ഥലത്ത് ഒരു കാവില് ഇങ്ങനെ പെർമനന്റ് ആയിട്ട് നിൽക്കത്തില്ല. പെർഫോമൻസിന് വേണ്ടി അവരെ നമ്മൾ ഒരു സൂപ്പർ നാച്ചുറൽ സ്പേസിൽ നിന്ന് അവരെ ഇങ്ങനെ ആവാഹിച്ച് കൊണ്ടുവരുന്നു. എന്നിട്ട് അവർ ഒരു പെർഫോമറിന്റെ ബോഡിയിലോട്ട് കയറുന്നു. പിന്നീട് അയാളാണ് ഗോഡായിട്ട് മാറുന്നത്. അപ്പൊ തെയ്യം ബ്ലസ് ചെയ്യുന്നു, ഓർഡറുകൾ കൊടുക്കുന്നു, അഡ്വൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ തെയ്യാട്ടം കൺക്ലൂഡ് ചെയ്യുമ്പോൾ ആ ദൈവങ്ങളെല്ലാം തിരിച്ച് അവരവരുടെ സ്ഥലങ്ങളിലോട്ട് പോകുന്നു. അങ്ങനെയാണ് വിശ്വാസം. തെയ്യംസിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എവരിഡേ ഓഫറിങ്സ് ഒന്നും കൊടുക്കത്തില്ല, കാവില് അങ്ങനൊന്നും ഇല്ല കേട്ടോ. അതായത് ഈ ഒരു സമയം എത്തുമ്പോൾ മാത്രമാണ് അവരവിടെ ഓഫറിങ്സ് നടത്തുന്നത്. ടെമ്പിൾസിൽ അങ്ങനെയല്ല, എല്ലാ ദിവസവും ഉണ്ട്. പക്ഷേ ഈവനിങ് ഒരു ലാമ്പ് കത്തിക്കും. അത് അന്തിത്തിരിയൻ എന്നാണ് ആ ലാമ്പ് കത്തിക്കുന്ന ആളെ പറയുന്ന പേര്. പിന്നെ തെയ്യാട്ടത്തിന് പിന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരാൾ, അതായത് ഒരു റിച്വലിസ്റ്റിക് പ്രോസസ്സിലൂടെയാണ് ഒരാളുടെ ദേഹത്ത് ദൈവം കയറുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ തെയ്യാട്ടത്തിന്റെ സമയത്ത് ആ പെർട്ടിക്കുലർ ഗോഡ് അയാളുടെ ദേഹത്ത് കയറുമ്പോൾ അവർ റിച്വൽസിന്റെ റൈറ്റ്സിന്റെ ഒക്കെ ഫലമായിട്ടാണ് കയറുന്നത്. അപ്പോൾ ആ തെയ്യം പെർഫോമർ ഗോഡിന്റെ സ്റ്റേറ്റസ് ആണ് എല്ലാവരും അയാൾക്ക് കൊടുക്കുന്നത്, റെസ്പെക്റ്റും കൊടുക്കും. ഓക്കെ, അപ്പോൾ ആ തിരുമുടി, അതായത് ഹെഡ് ഗിയർ തലയിൽ വെക്കുമ്പോൾ തന്നെ അയാൾ പെർഫോം ചെയ്ത് തുടങ്ങും. അപ്പം തൊട്ട് അയാളെ ഗോഡായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആ സമയത്ത് കാസ്റ്റ് ഡിസ്ക്രിമിനേഷനോ സോഷ്യൽ സ്റ്റേറ്റസോ ഒന്നും ആരും നോക്കത്തില്ല. എല്ലാവരും ഒരേപോലെ തന്നെയാണ് നിൽക്കുന്നത് പ്രാർത്ഥിച്ചുകൊണ്ട്. മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫീച്ചർ ഓഫ് തെയ്യംസ് എന്ന് വെച്ചാൽ അവർ വളരെ യുണീക്കാണ്. അവർക്കൊരു ഇൻഡിജീനിയസ് ആയിട്ടുള്ളൊരു ഐഡന്റിറ്റി ഉണ്ട്, ഒരു തനതായിട്ടുള്ളൊരു ഐഡന്റിറ്റി ഉണ്ട്. അവരൊരിക്കലും കോമ്പീറ്റ് ചെയ്യുന്നില്ല, ഒരിക്കലും ഇൻഫീരിയർ ആണെന്ന് തോന്നുന്നില്ല. അവർ സാൻസ്ക്രിറ്റ് റിച്വൽസോ അല്ലെങ്കിൽ സാൻസ്ക്രിറ്റ് മന്ത്രങ്ങളോ പൂജകളോ ഒന്നും ഇവർക്കില്ല. ആൻഡ് അവരെ ഒരു ലിറ്ററേച്ചറും ഒരു റിട്ടൺ ട്രഡീഷനും അവരെ സപ്പോർട്ട് ചെയ്യുന്നതുമില്ല. അവരെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് കൂടുതൽ അറിയത്തില്ലല്ലോ. പക്ഷേ അവർ എന്താണ്, ഈ ബ്രാഹ്മൺസ് ഒക്കെ വർഷിപ്പ് ചെയ്യുന്നതിലും വളരെ ഡിഫറെൻ്റ് ആണ് അവർ. ബ്ലഡ് സാക്രിഫൈസ് ആണ് ഇവർക്ക് കൂടുതലും ഇവരുടെ ഒരു മെജോറിറ്റി ഒരു റിച്വൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. തെയ്യത്തിന് ഓഫറിങ്സ് ആയിട്ട് കുറെ കാര്യങ്ങളൊക്കെ കൊടുക്കാം, പക്ഷെ ബ്ലഡ് സാക്രിഫൈസ് എന്ന് പറയുമ്പോൾ വേറെ രീതിയിലുള്ള, അതിന് പകരമായിട്ട് ഇപ്പോഴത്തെ കാലത്ത് ബ്ലഡ് സാക്രിഫൈസ് വളരെ പകരം എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഓഫറിങ്സ് ഒക്കെ കൊടുക്കാം. ഫിഷ് കൊടുക്കാം, കള്ള് കൊടുക്കുന്നവരുണ്ട്, മാടസ്വാമിക്കൊക്കെ കള്ള് കൊടുക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പം തെയ്യം കൾട്ടെന്ന് വെച്ചാൽ ആ ഒരു ഡിവോട്ടീസിന്റെ ഫെയ്ത്തിലാണ് ഈ തെയ്യം പെർഫോമൻസ് അല്ലെങ്കിൽ ഈ തെയ്യം ഗോഡ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ഓക്കെ, ബ്രാഹ്മൺസിനും കാവും സ്ഥാനവും ഒക്കെ അതോറിറ്റി കൊടുത്തിട്ടുണ്ട് ഇപ്പം. പക്ഷെ എന്നാലും എന്താണ്, ആ തെയ്യാട്ടത്തിന്റെ പ്രിമിറ്റീവ് നേച്ചറിനെ ഒരിക്കലും ഇവർക്ക് മാറ്റാൻ സാധിക്കുകയില്ല. അതായത് ഈ താഴ്ന്ന ജാതിപ്പെട്ടവരൊന്നും തെയ്യം കാണാൻ വരരുത് അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. അവരെയും എന്താണ് ഇൻവോൾവ് ആക്കി അവർക്ക് ചെയ്യാൻ പറ്റും. കാരണം അവർക്ക് ഗോഡിന്റെ ശാപം പേടിച്ച്, അതായത് റാത്ത് ഓഫ് ഗോഡ് പേടിച്ചവർ അങ്ങനെ തന്നെ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു എസ്സേ എന്ന് പറയുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു എസ്സേ ആണ്. കുറച്ച് ടേംസും കാര്യങ്ങളും ഉണ്ട്. എന്നാലും നമുക്ക് എന്താണ് നമ്മുടെ തെയ്യം, അതായത് തെയ്യം പെർഫോമൻസ് നമ്മുടെ അമ്പലങ്ങളിലിരിക്കുന്ന ദൈവങ്ങളും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് നമുക്ക് ലാസ്റ്റ് പോർഷൻസിൽ ഇതിനകത്ത് ഇവർ ഈ ഗീത പറയുന്നുണ്ട്, നമ്മുടെ ഈ ഒരു റൈറ്റർ പറയുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം.